ഇറാനിൽ വലിയ തോതിലുള്ള ആൾനാശമുണ്ടാവുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. വ്യാപകമായ ആക്രമണം ഇറാനകത്ത് നടത്തുകയാണ്. കുട്ടികളടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിന്റെ വിവരങ്ങളാണ് ഏജൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ നടക്കുന്ന ആക്രമണത്തിൽ 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടതും സിവിലിയൻ മേഖലകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിൽ സമ്പൂർണ്ണമായ ആക്രമണം നടത്തി ഇറാൻ ഭരണകൂടത്തെ പുറത്താക്കുക എന്ന ഉദ്ദേശം ഇതിനകത്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ട്. അത് എത്ര വേഗത്തിൽ സാധ്യമാകുമെന്ന സങ്കീർണമായ ചോദ്യം ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. 1980കളിൽ തുടക്കമിട്ട ഇസ്ലാമിക ഭരണകൂടത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, പുതിയ ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക, അമേരിക്കയ്ക്കും ഇസ്രായേലിനും താല്പര്യമുള്ള, ഇസ്രായേലിന് ഒരു നിലയ്ക്കുമുള്ള ഭീഷണിയില്ലാത്ത, ഇസ്രായേൽ വിരുദ്ധ ശക്തികളെ സഹായിക്കാത്ത ഒരു പാവ സർക്കാരിനെ സ്ഥാപിക്കുക എന്ന പദ്ധതി എത്ര വേഗത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. 4 ദിവസത്തെ ആക്രമണം കൊണ്ട് ഇറാനെ സമ്പൂർണ്ണമായും തകർക്കുമെന്ന്, അതിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർക്കും എന്നാണ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെത്ര എളുപ്പമായിരിക്കുമെന്ന ചോദ്യം അവിടെയുണ്ട്. സുഹൈൽ, ഈ ഇറാൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ഇറാന്റെ ശക്തി എന്ന്, എവിടെയാണ് ബോംബുകൾ ഉള്ളത് എന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചാരന്മാർ തന്നെ അതിനകത്തുണ്ട് എന്നാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, ചാരന്മാർ ആരൊക്കെ എന്നറിയാത്തത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. അതിനുശേഷം വലിയ എക്സിക്യൂഷൻസ് ഒക്കെ ഇറാൻ നടത്തുകയും ചെയ്തുവല്ലോ. അതുകൊണ്ട് ഇറാന്റെ ശേഷി എന്താണ് എന്നതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആണ് ശത്രുക്കൾ എന്നൊരു പ്രശ്നം ഇറാനുണ്ടോ? തീർച്ചയായും ഇറാന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് 2024-25 കാലയളവിൽ ഇറാന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയ മൊസാദിന്റെ ചാരന്മാർ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ മേഖലകളിൽ മുഴുവനും കടന്നു ചെല്ലാനും അവിടെ നിന്ന് ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും ഇറാന്റെ പ്രസിഡന്റ് അടക്കം സഞ്ചരിക്കുന്ന വാഹനങ്ങളെ തകർക്കാൻ വരെ അതിന് പിന്നിൽ നിന്നത് മൊസാദായിരുന്നു എന്നുള്ള തിയറികളുണ്ട്. അപ്പോൾ ഈ ഇബ്രാഹിം റയീസി കൊല്ലപ്പെടുന്നു, അതിനുശേഷമുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഹമാസിൻ്റെ മേധാവി തന്നെ ഇസ്മായിൽ ഹനിയ അവിടെ കൊല്ലപ്പെടുന്നു. അങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 പതിറ്റാണ്ടോളം ഇറാൻ കൊണ്ടു നടന്നിരുന്ന ഇരുമ്പ് മറയും അതിൻ്റെ ശേഷിയും തകർക്കാൻ മൊസാദിന് സാധിച്ചത്. അവരുടെ ഭരണ സംവിധാനത്തിലേക്കും സൈനിക സംവിധാനത്തിലേക്കും കടന്നു കയറാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിൻ്റെ ഒരു ഞെട്ടലിൽ അവിടെ നിന്നുള്ള ആ ഭരണ സംവിധാനത്തിലുള്ള പുഴുക്കുത്തുകൾ എന്താണ് എന്ന് ഓരോന്നോരോന്നായി അവർ തിരിച്ചറിയുകയും അത് തിരുത്തി വരികയും പല ചാരന്മാരെയും തൂക്കിലേറ്റുക വരെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാനും അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുകയാണെങ്കിൽ ആ ആക്രമണത്തെ തകർക്കാനുമുള്ള ശേഷി നേടി എന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും ഇസ്രായേലും അമേരിക്കയും നിശ്ചയിച്ച ഒരു വഴിയിലൂടെ ആക്രമണങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. 2025 നമ്മൾ കണ്ടതാണ്, 3 വട്ട ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾക്ക് ശേഷം ഒരു കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നി തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. പക്ഷേ ആ ആക്രമണത്തിൽ ഇസ്രായേലിന് കൈപ്പൊള്ളുന്നു നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിൻ്റെ വലിയ മേഖലകളിലേക്ക്, വ്യാപാര മേഖലകളിലേക്കും നഗര കേന്ദ്രങ്ങളിലേക്കും വരെ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതിനെയും തടുത്തു നിർത്താൻ കഴിയും എന്ന് വിചാരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഈ 3 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെയും 2 ഘട്ടങ്ങളിലായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. രണ്ടും നടന്നത് വടക്കൻ ഇസ്രായേലിലേക്കാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് പോയിട്ടുള്ള ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കണം.